നമസ്കാരം, ഞാൻ ഡോക്ടർ എം.ആർ. നായക്, സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, നെയ്യാർ മെഡിസിറ്റി, കാട്ടാക്കട. ഞാനിന്ന് സ്ട്രോക്കിനെ പറ്റി സംസാരിക്കാം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അഥവാ മലയാളത്തിൽ പക്ഷാഘാതം എന്ന് പറയും. പക്ഷാഘാതം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ബ്രെയിനിൽ രക്തോട്ടം കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. ബ്രെയിനിൽ രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂവിലേക്ക് ഓക്സിജൻ കുറയും. അതിനോടൊപ്പം തന്നെ ടിഷ്യൂ നശിച്ച് ഒരു സൈഡ് തളർന്നു പോവുകയോ അല്ലെങ്കിൽ മുഖം ഒരു സൈഡിലോട്ട് കൂടിപ്പോവുകയോ, രണ്ട് തരം സ്ട്രോക്ക് ഉണ്ട്. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും, ഒന്ന് ഹെമറാജിക് സ്ട്രോക്ക്. ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തോട്ടം കുറഞ്ഞുകൊണ്ടുള്ളതാണ്. പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ബ്രെയിനിൽ രക്തക്കുഴൽ ധമനികൾ പൊട്ടി ഉണ്ടാകുന്ന സ്ട്രോക്ക്. അപ്പം ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന ഏരിയ അനുസരിച്ചിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ മാറി മാറി വരാം. അല്പം മാത്രമേ ഉള്ളൂ ക്ലോട്ടിംഗ് എങ്കിൽ ഒരു സൈഡ് മാത്രം തളർന്നു പോയും, ഒരു മേജർ വെസൽ തന്നെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് തളർന്നു പോയും അതിനോടൊപ്പം തന്നെ ബോധമില്ലായ്കയും ജന്നി പോലെ വരികയും ചെയ്യും. അപ്പം ഇത് സാധാരണ കണ്ടുവരുന്നത് 55 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ്. അപ്പോൾ അവർക്ക് ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ വേറെ കാരണങ്ങൾ, ഉദാഹരണത്തിന് ഈ സ്മോക്കിംഗ്, പുകവലി, അതുപോലെ തന്നെ ആൽക്കഹോളിസം, പിന്നെ കൊളസ്ട്രോൾ കൂടുക, അതുപോലെ തന്നെ ഒബിസിറ്റി, തടി ഉള്ളവർ, എക്സസൈസ്, വ്യായാമം ചെയ്യാതിരിക്കുക, ഈ കാരണങ്ങളാണ് സാധാരണ സ്ട്രോക്ക് വരുന്നത്. യങ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സിന് താഴെയും ചെറുപ്രായത്തിൽ 1 വയസ്സിൻ്റെ 2 വയസ്സിന് മുതലേ സ്ട്രോക്കൊക്കെ വരാം. ചെറു കുട്ടികൾക്ക് 1 വയസ്സിൽ 2 വയസ്സിലൊക്കെ വരുന്ന കുട്ടികൾക്ക് മെറ്റബോളിക് കോസുകൾ എന്ന് പറയും. അതായത് സാധാരണ ഈ ബ്ലഡിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, ഫാക്ടർ 10, ഫാക്ടർ 5, ഫാക്ടർ ലീഡൻ, ഈ സാധനങ്ങളൊക്കെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് സാധാരണ ഈ കൊച്ചുകുട്ടികളിൽ വരുന്ന സ്ട്രോക്ക്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളിൽ വേറെ പോളിസൈത്തീമിയ, ലുക്കീമിയ, ബ്ലഡിൽ വേറെ ചേഞ്ചസ് വരുമ്പോൾ അങ്ങനെയും സ്ട്രോക്ക് വരാം. അതുപോലെ തന്നെ ഹാർട്ടിന് കുഴപ്പം, ജന്മന ഹാർട്ടിന് കഞ്ചനിറ്റൽ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്, അങ്ങനെ വരുമ്പോൾ പോളിസൈത്തീമിയ, രക്ത അണുക്കൾ കൂടുകയും അങ്ങനെ ബ്ലഡ് വെസൽ ബ്ലോക്ക് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഹാർട്ടിന് ജന്മന ചില പേറ്റൻ ഫൊറാമൻ ഓവയിൽ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ദ്വാരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴും ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഹാർട്ടിന് തന്നെ വേറെ കുഴപ്പങ്ങൾ, അറിത്മിയാസ് വരാം, അതുപോലെ എൻഡോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻസ് വരാം. ഈ സാധനങ്ങളൊക്കെ വരുമ്പം സ്ട്രോക്ക് കുട്ടികളിൽ വരാം. അതുപോലെ തന്നെ കുറച്ചും കൂടെ പ്രായം കൂടിക്കഴിഞ്ഞാൽ ഒരു 25, 20, 30 ആ പ്രായങ്ങളിൽ ഈ കുട്ടികൾ, ഈ പ്രായത്തിലുള്ള ആൾക്കാർ ആൽക്കഹോളിസവും പിന്നെ അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ, ഈ സംഭവങ്ങളൊക്കെ ഉള്ളവർക്കാണ് പിന്നെയും സ്ട്രോക്ക് വരിക. പിന്നെ ഇൻഫെക്ഷൻസ്, സാധാരണ നമ്മൾ കാണുന്ന എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് ബ്രെയിനിൽ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ സിസ്റ്റമിക് അസുഖങ്ങൾ, സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാലും ഇതുപോലെ സ്ട്രോക്ക് വരാം. അപ്പോൾ ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ട് പ്രായഭേദമന്യേ ചെറിയവർക്കും വലിയവർക്കും അതുപോലെ സ്ട്രോക്ക് വരാം. ഷുഗർ, പ്രഷർ വരുന്നത് സാധാരണ ഓൾഡ് ഏജാണ്. യങ്ങർ ഏജ് ഗ്രൂപ്പിലും ചിലപ്പോൾ ഷുഗർ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ, കുട്ടികളുടെ ഇപ്പോഴത്തെ ഭക്ഷണ ക്രമീകരണം, പിന്നെ ജങ്ക് ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും കൊളസ്ട്രോൾ രക്തക്കുഴൽ ധമനികളിൽ അടിഞ്ഞുകൂടുകയും അതിനോടൊപ്പം തന്നെ രക്തക്കുഴലിൻ്റെ വികസനം കുറഞ്ഞ് അങ്ങനെയും സ്ട്രോക്ക് വരാം. ഇതാണ് സാധാരണ വരുന്ന ലക്ഷണങ്ങൾ. അതിനോടൊപ്പം തന്നെ ഈ വ്യായാമക്കുറവ് മുതലായ കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് വരാം. പിന്നെ ട്രീറ്റ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റ്, അസുഖങ്ങൾ എങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യും. ആദ്യം തന്നെ നമ്മൾ CT, EEG, പിന്നെ അതുപോലെ തന്നെ MRI, ഈ CTയും MRIയും എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈറ്റ് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഹെമറാജിക് സ്ട്രോക്കാണോ അല്ലെങ്കിൽ പിന്നെ ഇസ്കീമിക് സ്ട്രോക്കാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ MRA അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വെസൽ ഏതാണ് ക്ലോട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാം. അതുപോലെ രക്തത്തിൽ മെറ്റബോളിക് കോസുകൾ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹ്യൂമോസിസ്റ്റിൻ, അതിൻ്റെ ലെവൽ നോക്കുക. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ എക്കോ, ECG ഇതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങൾ, അപ്പോൾ കാരണം കണ്ടുപിടിച്ച് അതനുസരിച്ചിട്ട് ചികിത്സിക്കുക. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലോട്ടിങ്, CT എടുത്ത് ബ്ലീഡിംഗ് ആണോ ക്ലോട്ടിംഗ് ആണോ ആദ്യം തീരുമാനിക്കാം. ക്ലോട്ടിംഗ് ആണെങ്കിൽ അതിൽ 2 തരം ട്രീറ്റ്മെൻറ്റ്. ഒന്ന്
ലാർജ് വെസൽ ഡിസീസിനുണ്ട് സ്മോൾ വെസൽ. വലിയ രക്തക്കുഴലാണോ ചെറിയ രക്തക്കുഴൽ. ചെറിയ രക്തക്കുഴലാണെങ്കിൽ അതിന് ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ലേറ്റസ്റ്റ്. അത് കുറച്ച് പൈസ കൂടിയ ട്രീറ്റ്മെൻറ്റാണ് മെഡിസിന്. അത് വിത്തിൻ 3 hours, മാക്സിമം 4.5 മണിക്കൂറിന് മുന്നേ ഈ സ്ട്രോക്കുള്ള പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഭേദമാകും. സ്ട്രോക്ക് ഒരു സൈഡ് തളർന്നു പോയത് അത് ഉടനെ തന്നെ റെഡിയാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് തന്നെ ചിലപ്പോൾ കോംപ്ലിക്കേഷനും കൂടെ വരാം. ചിലപ്പോൾ ബ്ലീഡിങ് വരാം ബ്രെയിനിൽ. അപ്പോൾ അതുപോലത്തെ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അത് 2% മാത്രമേ അങ്ങനത്തെ കോംപ്ലിക്കേഷൻ സാധാരണ വരാറുള്ളൂ. അല്ലെങ്കിൽ ത്രോംബോലൈസിസ് കൊണ്ട് നമ്മൾ സ്ട്രോക്ക് വരുന്നത് റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ വലിയ രക്തക്കുഴലാണെങ്കിൽ പിന്നെ ത്രോംബക്ടമി എന്ന് പറഞ്ഞ പുതിയൊരു തരം ട്രീറ്റ്മെൻറ്റ്. ആ ക്ലോട്ട് അതേപോലെ റിമൂവ് ചെയ്യുക, പിന്നെ ബ്രെയിനിലേക്ക് രക്തോട്ടം കൂടി വരിക. ഇതാണ് മെയിനായിട്ട് ഇമ്മീഡിയറ്റുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ കോസിന് എന്താ കാരണം, എന്താണെന്നുള്ള മെറ്റബോളിക് കോസാണോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ ജീവിതകാലം മുഴുവൻ ഈ ക്ലോട്ടിങ് വരുന്നവർക്ക് ആൻറ്റിപ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞ മെഡിസിൻ, ആസ്പിരിൻ, എക്കോസ്പ്ലോപ്ലെറ്റ് എന്നൊക്കെ പറഞ്ഞത് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റുകൾ അതുപോലെ. പിന്നെ ഫിസിയോതെറാപ്പി, ഇതാണ് ലേറ്റസ്റ്റ്. പിന്നെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യുക. അപ്പം സ്ട്രോക്ക് ഉള്ളവർക്ക് അത് ഇമ്പ്രൂവ്മെൻറ്റ് വരും.